കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിലവിലിരുന്ന പല തട്ടിലുള്ള സമൂഹ വ്യവസ്ഥിതി എന്ന പോലെ തന്നെ രാജഭരണങ്ങൾക്കും ജാതി വ്യവസ്ഥ അത്രമേൽ ബാധകമായിരുന്നു എന്ന് കാണാമല്ലോ. വലിയവർ എന്ന് സ്വയം സൃഷ്ടിച്ചു വച്ചിട്ടുള്ള വിഭാഗങ്ങൾക്ക് താഴ്ന്ന മേഖലകളെ തൊടാനോ കാണാനോ പോലും പാടില്ലാത്ത ഒരു അവസ്ഥാവിശേഷം നിലവിലുണ്ടായിരുന്ന ഒരു നാട്. ഇനി അങ്ങനെ ഉണ്ടായാൽ അയിത്തം കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വന്തം വിഭാഗത്തിൽ നിന്ന് പുറത്തു പോവേണ്ടി വരുന്ന ദുരിതം കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇത് ഏറിയും കുറഞ്ഞും എല്ലാ ജാതികൾക്കും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ ചരിത്രത്തിലെ വിരോധാഭാസം. ഗോത്രവിഭാഗങ്ങളിൽ പോലും ഈ വലിയവർ ചെറിയവർ വ്യവസ്ഥകൾ നിലവിലിരുന്നു. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് പതിയെ വരാം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഭരണവഴികളിൽ ഒട്ടേറെ രാജഭരണ മേഖലകളൊക്കെ കാണാമെങ്കിലും താഴ്ന്ന ജാതികളുമായി ബന്ധപ്പെട്ട് അത്തരം രാജ്യങ്ങൾ കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ഭരണ കുടുംബങ്ങളെ ഇല്ലാതാക്കാൻ മറ്റുള്ള നായർ നാടുവാഴികളും മറ്റും നിരന്തരം ശ്രമിച്ചിരുന്നതായും അതിലവർ വിജയിച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. മലബാർ മേഖലയിലെ നിർണായകമായ ഒരു ജാതി വിഭാഗമാണല്ലോ തീയർ എന്നത്. ചരിത്ര വഴികളിൽ പല മേഖലകളിലും നിറഞ്ഞു നിന്നിട്ടുള്ള ഇവർ ഇന്നത്തെ കണ്ണൂരിലെ ഒരു രാജമേഖലയുടെ തലവന്മാരായിരുന്നു എന്നത് ചരിത്രമാണ്. ഒരുപക്ഷെ വിസ്മൃതിയിലാണ്ടുപോയ ചരിത്രം. കോലത്തിരിയുടെ സാമന്തന്മാരായി കണ്ണൂരിലെ ഇരുവേശി മേഖല കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഒരു തീയ രാജവംശമാണ് മന്നനാർ രാജവംശമെന്നത്. ചരിത്ര വഴികളിൽ ബുദ്ധ പാരമ്പര്യം നിലനിൽക്കുന്ന വരകത്ത് ഇല്ലം തീയർ വിഭാഗത്തിൻ്റെ മേഖലയാണ് ഇവിടം എന്ന് പറയുന്നു. ഈ തീയർക്ക് തൊട്ടുകൂടായ്മ പോലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും ഉയർന്ന ജാതിക്കാർ അന്ന് അനുഭവിച്ചിരുന്ന സമൂഹ പദവികളെല്ലാം തന്നെ ഇവരും അനുഭവിച്ചിരുന്നതായും ചരിത്രം പറയുന്നു. ആ കാലത്ത് ഉയർന്ന ഭരണമേഖലകൾ അനുഭവിച്ചിരുന്ന പല്ലക്ക് യാത്ര, ആയുധങ്ങൾ അണിയുന്നത്, ആഭരണങ്ങൾ അണിയുന്നത്, സദാസമയം പിന്തുടരുന്ന മറ്റ് സൈനികർ തുടങ്ങി എല്ലാ രീതികളും ഇവരും അനുഭവിച്ചിരുന്നു. ലോകൻ്റെ എഴുത്തുകളിൽ 200 നായർ പടയാളികളാണത്രേ മന്നനാർ പല്ലക്കുകളെ അനുഗമിച്ചിരുന്നത്. നായർ നാടുവാഴികളെയോ രാജാക്കന്മാരെയോ ഒക്കെ കണ്ടാൽ പല്ലക്കിൽ നിന്ന് കാലുകൾ താഴ്ത്തി ബഹുമാനം കാണിക്കണം എന്നതായിരുന്നത്രേ മന്നനാർ രാജവംശം കാണിക്കേണ്ട ആദരവുമായി ബന്ധപ്പെട്ട ഒരേയൊരു ചടങ്ങ്. ചിലരുടെ നിഗമനങ്ങളിൽ മന്നനാർ എന്നത് അയിത്തം കൽപ്പിച്ച് പുറത്താക്കപ്പെട്ട ചിറക്കൽ രാജകുടുംബത്തിലെ തന്നെ ഒരു അംഗത്തിൽ നിന്നുണ്ടായ രാജമേഖല എന്ന നിലയിൽ കൂടിയാണ്. ഇവരുടെ ചരിത്ര വഴികൾ കൃത്യമായി കണ്ടെത്തുക സാധ്യമല്ലെങ്കിൽ കൂടിയും പ്രധാനമായും 4 മന്നനാരുടെ ഭരണം ഈ രാജവാഴ്ചയിൽ നടന്നതായി കാണാവുന്നതാണ്. കോഴിക്കോട് സാമൂതിരിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അരിയിട്ട് വാഴ്ച നടത്തിയിട്ടായിരുന്നു മന്നനാരും കിരീടധാരണമൊക്കെ നടത്തിയിരുന്നത്. മന്നനാർക്ക് മൂത്തേട തരമന, ഇളയേട തരമന, പുതിയേട തരമന, മുണ്ടായ അരമന, കൂരാരി അരമന എന്നിവയ്ക്ക് അധിപനായിരുന്നുവെന്നും അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭരണകേന്ദ്രമായ മൂത്തേട തരമന എല്ലാം തികഞ്ഞ വലിയൊരു മാളികയായിരുന്നുവെന്നും പറയുന്നു. ജാതി മേഖലകളെപ്പറ്റി വിശദമായി പഠിച്ചിട്ടുള്ള എഡ്ഗർ തേഴ്സ്റ്റണും വരക തീയ വിഭാഗത്തെപ്പറ്റി പറയുന്നുണ്ട്. തീയ വിഭാഗത്തിലെ ഉയർന്നവർ ആയിരുന്നു ഇവരെന്നും ഇവർക്ക് സ്വർണ്ണാഭരണങ്ങൾ അണിയാനുള്ള അവകാശമുണ്ടെന്നും അതുപോലെ തന്നെ ഇവർ സിൽക്ക് വസ്ത്രങ്ങൾ ധരിക്കുമെന്നും വാളും പരിചയും ഇവരുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവുമെന്നും എഡ്ഗർ തേഴ്സ്റ്റൺ നിരീക്ഷിക്കുന്നു. ശരീരത്തിൽ ബെൽറ്റ് പോലെ ഒരു ആയുധം ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അപകടം എന്ന് തോന്നിയാൽ കെട്ടിയിരിക്കുന്ന തുണി ഒറ്റ വലിയിൽ ആ ആയുധം പുറത്തെത്തുമെന്നും എതിരാളിയെ നിലം പതിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. കേരളത്തിൻ്റെ സ്വന്തം ഉറുമിയെപ്പറ്റിയാണ് ഈ വിശേഷണമുള്ളത്. മലബാറിലെ സ്പെഷ്യൽ സെറ്റിൽമെൻറ്റ് ഓഫീസറായിരുന്ന CA ഇൻസി തയ്യാറാക്കിയ 1905 സർവേ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം പോലും മന്നനാർ കുടുംബത്തിന് അഥവാ മൂത്തേടത്ത് അരമനയ്ക്കൽ കുഞ്ഞിക്കേളപ്പൻ മന്നനാർക്ക് ഒട്ടനവധി പ്രദേശം സ്വന്തമായി ഉണ്ടായിരുന്നതായി കാണാവുന്നതാണ്. ഇന്നത്തെ കൂർഗ് അഥവാ കർണാടക അതിർത്തി വരെ നിലനിന്നിരുന്ന ഈ പ്രദേശത്തിൽ 23 മലകൾ വരെ ഉണ്ടായിരുന്നതായും അവയെല്ലാം കൂടി ആയിരക്കണക്കിന് ഏക്കർ പ്രദേശം വരുമെന്നും പറയുന്നു. അതുപോലെ തന്നെ താഴെ ധാരാളം കൃഷിഭൂമിയും മറ്റുമായി അല്ലാത്ത നിലങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. 1905 കണക്കുകൾ ഇപ്രകാരമെങ്കിൽ അതിനൊക്കെ മുന്നേ കൂടുതൽ വ്യാപ്തിയുള്ള ധനം ഒട്ടേറെ സമാഹരിച്ചിരുന്ന ഒരു തീയ രാജവംശമായി തന്നെ മന്നനാർ രാജകുടുംബത്തെ കണക്കാക്കാവുന്നതാണ്. 1902 മരണപ്പെട്ട കുഞ്ഞിക്കേളപ്പനാണ് അവസാനത്തെ മന്നനാർ എന്ന നിലയിൽ വരുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ അയിത്തത്തെക്കുറിച്ചും നിഷിദ്ധമായത് വല്ലതും സംഭവിച്ചാൽ സ്വസമുദായത്തിൽ നിന്ന് പുറത്തു പോവേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റിയുമൊക്കെ പറയുകയുണ്ടായല്ലോ. നമ്പൂതിരി സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ചിട്ടകൾ ഒട്ടനവധിയാണെന്നും ഇല്ലത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടി വന്നിരുന്ന
ഏത് സമയവും നായർ സ്ത്രീകളുടെ പരിചരണയിൽ ജീവിക്കേണ്ടി വന്നിരുന്ന ചരിത്രവും ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നിഷിദ്ധമായ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുക എന്നത് ആ കാലത്തെ ഒരു ചടങ്ങ് തന്നെയാണല്ലോ. സ്മാർത്ഥ വിചാരവും അതിനെ തുടർന്നുണ്ടാകുന്ന പരിണിത ഫലങ്ങളും ജീവിതവുമൊക്കെ നാം കേട്ടിട്ടുമുണ്ടാകും. ഓരോ ജാതിയിലും അവരവരുടേതായ രീതിയിൽ ഇത്തരം അയിത്തങ്ങളും പുറത്താക്കലുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ്. ഇനി നായർ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവരെ അടിമയായി വിൽക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അത് നമ്പൂതിരി സ്ത്രീകൾക്ക് എങ്ങനെയായിരുന്നു എന്നതും ഒരു ചോദ്യമാണല്ലോ. പലപ്പോഴും ദേശം വിട്ട് ഓടിപ്പോവേണ്ടി വരുന്ന ആ പഴയകാല സ്ത്രീകൾ സ്വയം ഇല്ലാതാവുകയോ അല്ലെങ്കിൽ വിദേശികളൊക്കെ പിടിച്ചുകൊണ്ടു പോവുകയോ ഒക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ മലബാറിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഒരു ആശ്രയം നൽകുന്നതിന് ഒരു വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വരകത്തില്ലം അഥവാ മന്നനാർ വംശത്തിൻ്റെ ചുമതലയായിരുന്നു അത്. പുറത്താക്കപ്പെടുന്ന നമ്പൂതിരി സ്ത്രീ പഴയകാലത്ത് തളിപ്പറമ്പ് മേഖലയിലെ അരമനയിലേക്ക് പ്രവേശിക്കും. കിഴക്കേ കവാടത്തിലൂടെ കടന്നു ചെന്നാൽ അവൾ മന്നനാരുടെ ഭാര്യയായി മാറും. ഇനി വടക്കേ കവാടത്തിലൂടെയാണെങ്കിൽ അവൾ മന്നനാരുടെ സഹോദരിയായി മാറും. അതിനപ്പുറം അവളുടെ പുതുജന്മവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തപ്പെടുകയും ആ പെൺകുട്ടിക്ക് പുതിയൊരു ജീവിതം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമത്രേ. ഇവിടെയും ജാതി വ്യവസ്ഥയുടെ വിരോധാഭാസത്തെ ലോഗൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നമ്പൂതിരി സ്ത്രീയെ തീയ വിഭാഗത്തിനും താഴ്ന്ന ഏതെങ്കിലും ഒരു പുരുഷനുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് പുറത്താക്കുന്നതെങ്കിൽ അവരെ ഈ ഇല്ലം സ്വീകരിക്കുകയില്ല. പകരം സ്ത്രീക്ക് പശ്ചിമഘട്ട മലനിരകളിലെ കാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിരുന്നു. സ്വാഭാവികമായും അവരെ കാത്തിരിക്കുന്നത് മരണമാണ്. അതുപോലെ തന്നെ മന്നനാർ രാജവംശത്തിൻ്റെ തലമുറകളിലും ഈ ഒരു നമ്പൂതിരി വംശത്തിൻ്റെ അടയാളങ്ങൾ കാണാം. അതായത് മന്നനാർ രാജാവിൻ്റെ കുടുംബത്തിൽ സന്തതികളില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ ഇവർക്ക് കുറുമാത്തൂർ നമ്പൂതിരിയെ കാണാനും അവിടെ നിന്ന് ഒരു കന്യകയെ ദത്തെടുക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നതായി എഡ്ഗർ തേഴ്സ്റ്റൺ പറയുന്നുണ്ട്. മന്നനാർ എന്ന പദവിക്ക് രാജാവ് എന്നാണ് അർത്ഥം. ഇവരുടെ സ്ത്രീകളെ അമ്മച്ചിയാർ അഥവാ മക്കച്ചിയാർ എന്നും വിളിച്ചിരുന്നു. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യമായ മുത്തപ്പൻ തോറ്റത്തിനും മന്നനാർ രാജവംശത്തെപ്പറ്റി പറയുന്നുണ്ട്. അഞ്ചരമനയ്ക്കൽ മന്നനാർ വാഴുന്നവരുടെ പത്നിയായ പാടിക്കുറ്റിയമ്മയ്ക്ക് കിട്ടിയ കുട്ടിയാണ് മുത്തപ്പൻ എന്ന രീതിയിലാണ് അത് വരുന്നത്. ഏതായാലും ബ്രിട്ടീഷുകാർ 1800കളോടെ മലബാർ മേഖലകളിൽ ഒരു ശക്തിയായി നിലയുറപ്പിക്കുകയും ഭൂനികുതി ഏർപ്പെടുത്തുകയും അത് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്നനാരുടെ സാമന്തന്മാരായിരുന്ന കരക്കാട്ടിടം നായനാർമാർ ചില ഇടപെടലുകൾ നടത്തുകയും അതോടെ മന്നനാർക്ക് ലഭിച്ചിരുന്ന വരുമാനം വലിയ തോതിൽ കുറയുകയും ഒക്കെ ഉണ്ടായത്രേ. ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി കോടതിയിൽ 1860 കാലത്ത് തന്നെ കേസുകളും ഉണ്ടായിരുന്നതായി പറയുന്നു. ഏതായാലും അവസാനത്തെ മന്നനാറായിരുന്ന കുഞ്ഞിക്കേളപ്പൻ മന്നനാരെ പുറത്തുനിന്ന് ചില അക്രമികളെ കൊണ്ടുവന്ന് 1902 മാർച്ച് 7 കൊന്നു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് വരവിലും നികുതി പിരിവിലെ മാറ്റങ്ങളിലും 1822കൾക്കിപ്പുറം തന്നെ തകർന്നു തുടങ്ങിയ ആ രാജവംശം 1900-നിപ്പുറം പൂർണ്ണമായും ഇല്ലാതായെന്ന് കൂടി പറയാം.